ആക്ച്വലി ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന ഹിസ്റ്ററിൻ്റെ PYQ സെക്ഷനിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഇതിൽ നമ്മൾ 1920 തൊട്ട് 47 വരെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ നോട്ട് നോട്ട് എൻവിസേജ് ഓൺ ഡാഷ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ ഐഡിയ ഉണ്ടല്ലോ, അതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിന്റെ ബേസ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, മെയിൻ അജണ്ട എന്തായിരുന്നു? ഒന്ന്, ഈ പറയുന്ന സ്കൂള്, കോളേജ്, കോട്ടെല്ലാം എന്ത് ചെയ്യാം, ബോയ്ക്കോട്ട് ചെയ്യുക. നിസ്സഹകരണ പ്രസ്ഥാനം, അതാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ നീ സഹകരിക്കരുത്, അപ്പൊ ബോയ്ക്കോട്ട് ചെയ്യുക. കോളേജ്, സ്കൂൾ, കോട്ടൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർ കിട്ടിയ ടൈറ്റിൽസ്, ഓണേഴ്സ് എല്ലാം സറണ്ടർ ചെയ്യുക. അതുപോലെ തന്നെ ഹയർ പൊസിഷൻസ്, ഓഫീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, റിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സ് കാര്യങ്ങൾ, ഫോറിൻ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുക. അതിലൊരിക്കലും തന്നെ ഈ വയലൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു. കാരണം ഗാന്ധിജി ആയിരുന്നല്ലോ, അപ്പൊ അതില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? കോമൺ റൈറ്റ്സ്, വയലൻസ് ഇതിനകത്ത് ഇല്ലായിരുന്നു. നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ, വെൻ ഡിഡ് മഹാത്മാഗാന്ധി ലോഞ്ച്ഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വിച്ച് വാസ് ഫസ്റ്റ് മാസ് മൂവ്മെന്റ് ഓർഗനൈസ്ഡ് ഇൻ ദ നേഷൻ വൈഡ്? ഇത് SSC GD 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓഗസ്റ്റ് മാസം 1920. ഓഗസ്റ്റ് മാസം 1920 സ്റ്റാർട്ട് ചെയ്തത്. 1920. ഓക്കെ, ഓഗസ്റ്റ് മാസം. ഇതിന്റെ എന്താ പറയുന്ന ബാക്കിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പായിട്ട് നടന്ന കാര്യങ്ങളാണ് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താ കാരണമായിട്ടുള്ളത്. അതിലൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖിലാഫത്ത് ഇഷ്യൂ ഉണ്ട്, പിന്നെ ഉണ്ട് സെൽഫ് റൂളിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, ജാലിയൻ വാലാബാഗ് ഇഷ്യൂ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസ്, ഇതിന്റെ കാരണമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഗാന്ധിജി സ്റ്റാർട്ടഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. SSC JE 2019 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാണ്? 1920. 1920. വെൻ ഡിഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട്? വീണ്ടും വീണ്ടും ചോദിക്കുന്നു. SSC MTS ആണ്. ഞാൻ എക്സാം മാറുന്നുള്ളൂ, ഈ പറയുന്ന ആൻസർ സെയിം ആണ്. ഓക്കെ, ഓക്കെ. വിത്ത് ഹും ഡിഡ് ചിത്തരഞ്ജൻ ദാസ് എസ്റ്റാബ്ലിഷ്ഡ് സ്വരാജ് പാർട്ടി ഇൻ 1923? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1923 ഈ പറയുന്ന നമ്മുടെ സ്വരാജ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇയർ ചോദിക്കാറുണ്ട്, ആര് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SSC CGL 2023, SSC CGL 2016, SSC MTS 2019, ഇതിലെല്ലാത്തിലും ചോദിച്ചാൽ, ഇതിൽ മാത്രമല്ല ഇതിന്റെ അപ്പുറം എക്സാമുകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കണം, മോത്തിലാൽ നെഹ്റു, ഒരിക്കലും ജവഹർലാൽ നെഹ്റു അല്ല. മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും അല്ലെങ്കിൽ CR ദാസും NC കേൽക്കർ, ഇവരാണ് ഈ പറയുന്ന സ്വരാജ് പാർട്ടിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്നുകൂടി പറയാം, CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, NC കേൽക്കർ. 1923 വർഷം, ജാനുവരി 1 തുടങ്ങിയത്. ചിലപ്പോൾ ആ ഡേറ്റും ചോദിച്ചേക്കാം. സ്വരാജ് പാർട്ടി ഫോംഡ് ബൈ SSC MTS 2019. വീണ്ടും ഓക്കെ, നോക്കുക. CR ദാസ്, ജവഹർലാൽ നെഹ്റു. ഞാൻ ഓൾറെഡി പറഞ്ഞു ജവഹർലാൽ നെഹ്റു അല്ല എന്ന്. പിന്നെ എന്തുണ്ട്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു. ആൻസർ ഏതാണ്? മോത്തിലാൽ നെഹ്റുവും CR ദാസും. മോത്തിലാൽ നെഹ്റുവും CR ദാസും. മോത്തിലാൽ നെഹ്റുവും CR ദാസും. വെൻ ഡിഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എൻഡ്? എന്നാണ് എൻഡ് ചെയ്തത്? എന്നിട്ട് കണ്ടല്ലോ, അതേ അവര് 1920 കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ്.
ഓക്കെ, ഇത് SSC-MTS 2019 എന്നാണ് ഈ പറയുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1922 അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1922 ഒരു സംഭവം നടന്നു. 1922 എന്തോന്നു ഒരു സംഭവം നടന്നു. ആ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് നമ്മൾ പറയും. എന്ത് പറയും? ചൗരി ചൗര ഇൻസിഡന്റ്. ചൗരി ചൗര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നിസ്സഹരണം സിവിൽ ഡിസോബേഡിയൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള അല്ലെങ്കിൽ മോബ് ആൾക്കാർ എന്ത് ചെയ്യും? നാട്ടുകാർ എന്ത് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 പോലീസുകാരെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കത്തിച്ചു. അപ്പൊ ഇതില് സങ്കടപ്പെട്ടിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്ന ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നത്. എന്നാണ് 1922 എന്നിട്ട് ഈ സംഭവത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഗാന്ധിജി ഏറ്റെടുക്കുകയും ചെയ്തു. ഓക്കെ, വിച്ച് ഇയർ സൈമൺ കമ്മീഷൻ കെയിം ടു ഇന്ത്യ? ഇന്ത്യയിലോട്ട് സൈമൺ കമ്മീഷൻ ഏത് വർഷം വന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1900 സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ ചെയർമാൻ ആരാണ്? സൈമൺ ആണ്. അതിന്റെ ചെയർമാനാണ് സൈമൺ ആണ്. ഓക്കെ, സൈമൺ കമ്മീഷൻ 1927 സ്റ്റാർട്ട് ചെയ്തത്. 1927 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 1928 ഫെബ്രുവരി 3 ഇത് ബോംബെയിൽ ഇന്ത്യയിലോട്ട് വരുന്നത്. ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബോയ്ക്കോട്ട് ചെയ്യായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഇന്ത്യക്കാർ പോലും ഇല്ലായിരുന്നു. അതിനകത്ത് ഫുൾ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ വൈറ്റ് കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുമായിരുന്നു. എന്തെന്ന്? വൈറ്റ് കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ 1928 ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹർത്താലും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഈ ഹർത്താലിലൊക്കെ ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആ ലാത്തി ചാർജില് ലാലാ ലജ്പത് റായിക്ക് പരിക്കേക്കും. പിന്നീട് ഇതിന് പകരം വീട്ടാനായിട്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വേറെ ക്ലാസ്സുകളിലായിട്ട് കണ്ടതാണ് അല്ലേ? വിച്ച് ഗ്രേ ലീഡർ ഡൈഡ് ഡ്യൂ ടു ദ ഇഞ്ചറീസ് ഓഫ് ആന്റി സൈമൺ കമ്മീഷൻ മൂവ്മെന്റ്? SSC-CH 2023. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആരാണ്? ലാലാ ലജ്പത് റായ്. ആരാണ്? ലാലാ ലജ്പത് റായ്. ഓക്കെ, ദ സൈമൺ കമ്മീഷൻ വിച്ച് വാസ് സെൻഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് ബോയ്ക്കോട്ടഡ് ബിക്കോസ്. എന്തുകൊണ്ട് സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തു? There were difference among the members. തെറ്റ്. The commission did not have any Indian members. ശരിയാണ്. അതൊരു വൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന അറിയപ്പെടാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന ഇന്ത്യക്കാരും തന്നെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പിന്നെ ഈ സൈമൺ കമ്മീഷന്റെ ഒക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ നമ്മുടെ ചാനലിൽ തന്നെ പൊളിറ്റിയിലാകെ 2 വീഡിയോ കിടപ്പുണ്ട്. ആ 2 വീഡിയോയിൽ ഇതിൽ സൈമൺ കമ്മീഷന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഹൂ ലെഡ് ദ സത്യാഗ്രഹ പ്രൊട്ടസ്റ്റ് ഇൻ തമിഴ്നാടു? സോൾട്ട് സത്യാഗ്രഹ. ഓക്കെ, സോൾട്ട് സത്യാഗ്രഹ പ്രൊട്ടസ്റ്റ് ആരാണ് ഇതാക്കിയത്? അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സോൾട്ട് സത്യാഗ്രഹം തുടങ്ങുന്നത്. 1930 മാർച്ച് മാസം 12 ഈ പറയുന്ന ഗാന്ധിജി ഈ പറയുന്ന ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ദണ്ഡി മാർച്ച് തമിഴ്നാട്ടിൽ ലീഡ് ചെയ്തത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജഗോപാലാചാര്യാണ്. ആരാണ്? C രാജഗോപാലാചാര്യാണ്. ഇത് നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. C രാജഗോപാലാചാരി ലെഡ് സോൾട്ട് സത്യാഗ്രഹ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? ഓക്കെ, SSC-CGL 2021 ക്വസ്റ്റ്യൻ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ നേരെ തിരിച്ചും ചോദിക്കും. ഗാന്ധിജി സ്റ്റാർട്ടഡ് ദ ഫേമസ് ദണ്ഡി മാർച്ച് ഫ്രം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഗാന്ധിജി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? എന്ന് സ്റ്റാർട്ട് ചെയ്തു? എവിടം വരെയായിരുന്നു? എന്ത് ലോ ബ്രേക്ക് ചെയ്താണ്? സോൾട്ട് ലോ ബ്രേക്ക് ചെയ്താണ്? അതുപോലെ തന്നെ എത്ര ദൂരം കവർ ചെയ്തു? ഇതൊക്കെ ചോദിക്കാറുണ്ട്. എത്ര അനുയായികളുണ്ട്? ഇതൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന ദണ്ഡി മാർച്ചിനെ പറ്റി ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, സബർമതി ആശ്രമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? സബർമതി ആശ്രമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? സബർമതി ആശ്രമം. ദണ്ഡി, the destination of the Dandi Salt March under the leadership of Mahatma Gandhi is situated in the which of the following states? SSC, JE, മെക്കാനിക്കൽ. SSC-JE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത്ര ചോദിച്ചിട്ടുള്ളൂ. ദണ്ഡി മാർച്ചിൽ ദണ്ഡി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ദണ്ഡി എന്ന് പറയുന്ന സ്ഥലം ഏത് സ്റ്റേറ്റ്? ഗുജറാത്താണ്. എവിടെയാണ്? ഗുജറാത്ത്. തെറ്റിക്കരുത്, ഗുജറാത്ത്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1930 ബൈ മഹാത്മാഗാന്ധി? SSC CHSL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് മൂവ്മെന്റ് ആണ് 1930 ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തത്? ഏതാണ്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യും? ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്യും. ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ റെസ്പെക്ട് ടു ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ് ഇൻ 1930. അപ്പോൾ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണുള്ള. 1930, രണ്ടാമത് 1900, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 31, തേർഡ് 32. ഓക്കെ. ഇതില് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ MK ഗാന്ധി ടുക്ക് പാർട്ട് ഇൻ ദ റൗണ്ട് ടേബിൾ, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. തെറ്റാണ്. രണ്ടിലാണ് വരുന്നത്. കാരണം ഇതിന്റെ ഇടക്ക് 1930 മെയിനായിട്ടും നമ്മുടെ BR അംബേദ്കർ, പിന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ, പിന്നെ എന്താ പറയാ, ഹിന്ദു മഹാസഭയുടെ ബേസിൽ ജയ്ക്കർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ആദ്യത്തേനകത്ത് പങ്കെടുത്തത്. ഓക്കെ. ആ സമയം ഈ പറയുന്ന സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നടക്കുവാണ്. പിന്നീട് കുറച്ച് ആൾക്കാർ, അതായത് ബഹദൂർ സപ്രു, പിന്നെ ഈ പറയുന്ന ജയ്ക്കർ, ശ്രീനിവാസ ശാസ്ത്രി, ഇവരുടെ എന്താ പറയുക ഇടപെടൽ മൂലം ഗാന്ധിജിയും ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കും. ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധി ഇർവിൻ പാക്ട് വരും 1931. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ BR അംബേദ്കർ എല്ലാ റൗണ്ട് ടേബിൾ കോൺഫറൻസിനും പങ്കെടുത്തിരുന്നു. ശരിയാണ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പൂനെ പാക്ട് 1932 വാസ് റെവല്യൂഷണറി അഗ്രിമെന്റ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി SSC-CGL 2022. പൂനെ പാക്ട് വരുന്നത് 1932. അപ്പൊ ഇതിന് മുമ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1932 കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അതായത് എന്താ പറയാ, ഡിപ്രസ്ഡ് ക്ലാസ്സിനും സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന സെറ്റപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് മക്ഡൊണാൾഡ് സമ്മതിക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഗാന്ധിജി ഫാസ്റ്റിന് ഒരുങ്ങും. നമ്മുടെ എപ്പോഴും ഫാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം യർവാദ ജയിലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പിന്നീട് പരിഹരിക്കുന്നത് ഈ പറയുന്ന പൂനെ പാക്ട് വഴിയാണ്. അപ്പൊ ഇതിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? BR അംബേദ്കറും ഗാന്ധിജിയുമാണ് വരുന്നത്. ഓക്കെ. പിന്നീട് ഇതിന് ശേഷം 1932 വർഷം തന്നെ ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് വരും. ഹരിജൻ എന്ന് പറയുന്ന പത്രങ്ങൾ, വീക്ക്ലി മാഗസീനൊക്കെ ഇറങ്ങും. ജസ്റ്റ് ഞാൻ അതിനെ ബേസ് ചെയ്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ 1931. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? റൗണ്ട് ടേബിൾ കോൺഫറൻസ് എല്ലാം നടക്കുന്നത് തന്നെ പൊതുവെ അവരുടെ നാട്ടിൽ വെച്ചിട്ടാണ്. ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ എവിടെയാണ് നടക്കുന്നത്? UK-യിലാണ് നടക്കുന്നത്. UK-യിൽ. ഓക്കെ. The third round table conference was held in which of the following year? ഏത് വർഷമാണ്? 1932. ഇതിൽ മറ്റേനെ അപേക്ഷിച്ച് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഇൻ വിച്ച് സെഷൻ ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വാസ് ക്വിറ്റ് ഇന്ത്യ പ്രൊപ്പോസ്ഡ് ആക്സെപ്റ്റഡ്? അത് ബോംബെ സെക്ഷൻ ആണ് വരുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഓഗസ്റ്റ് മാസത്തിന്റെ ഒക്കെ അടുപ്പിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്താണ് ഈ പറയുന്ന ഡു ഓർ ഡൈ, നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന ഡു ഓർ ഡൈ. ഗാന്ധിജി പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആ ഒരു എന്താ പറയുന്ന സ്ലോഗൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അത് ഗാന്ധിജി പറഞ്ഞത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. അതും ഇതിന്റെ പാനലായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. SSC-CGL 2022 ക്വസ്റ്റ്യൻ ആണ്. Who among the following was only revolutionary to martyred by hanging during the Quit India movement of the Indian Independence League? 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തൂക്കിക്കൊല്ല അല്ലെങ്കിൽ രക്തസാക്ഷിയായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഖുശാൽ കൊൻവാർ ആണ്. In which of the following location was Quit India movement launched in 1942? ഓക്കെ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചത്. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ നിന്നാണ്. ഓക്കെ. അത് നോട്ട് വെച്ചേക്കാം.
ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ അസോസിയേറ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. ഏതാണ്? ദണ്ഡി മാർച്ച് അല്ല, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അല്ല, ഖിലാഫത്ത് മൂവ്മെന്റ് അല്ല, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ആരാ പറഞ്ഞത്? ഗാന്ധിജിയാണ് പറഞ്ഞത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് വെൻ ഇന്ത്യ ഗീവൺ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയില് എന്താ പറയാ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ? അല്ലെ സോറി, ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? അറ്റ്ലി ആയിരുന്നു അല്ലെ? അറ്റ്ലി. അറ്റ്ലി നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് അറ്റ്ലിന്ന് ഓർത്താൽ മതി. ചുമ്മാ ചുമ്മാ. ഓക്കെ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ഫസ്റ്റ് പ്രസന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് കോമൺ ഇൻ ലണ്ടൻ ഓൺ വിച്ച് ഡേറ്റ്? ഏത് വർഷമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ഹൗസ് ഓഫ് കോമണിൽ പ്രസന്റ് ചെയ്തെന്നാണ് ചോദിച്ചത്. അത് 1947 ജൂലൈ മാസത്തിലാണ്. ജൂലൈ 4-നാണ്. 1947 ജൂലൈ 4-നാണ്. ജൂലൈ 4. ഓക്കെ, ജൂലൈ 4 ആരെയാണ്? ദിലീപിന്റെ സിനിമ. ഓക്കെ, ചുമ്മാ ഓർക്കാനുള്ള ഓരോരോ വഴികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇതിനകത്ത് ഈ ഒരു വീഡിയോനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.